റെനീഷ് ഞെട്ടിപ്പോയെന്ന് പറയുന്നത് ഞാനും ഞെട്ടി ഇത് ഈ കഥനം കേൾക്കുമ്പോൾ. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളുടെ കണ്ണ് അല്ലെങ്കിൽ മനസ്സ് ഒരു ക്യാരക്ടറിന് വേണ്ടി നനഞ്ഞു തുടങ്ങുന്നൊരു സമയത്താണ് ആ ക്യാരക്ടർ നമ്മുടെ നറേഷനിൽ ഉറയ്ക്കുന്നു. ബേസിലൊക്കെ എത്രയോ സമയങ്ങളിൽ ഈ ബുക്കുമായിട്ട് ഈ ചെളികൾ പുരണ്ട പുസ്തകമാണ് ഞാൻ ഇത് കാണുന്ന ഈ സാധനം. അതെനിക്ക് ഈ നമ്മുടെ സിനിമയോടുള്ള ആൾക്കാരുടെ അർപ്പണത്തിനൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ജയന് പൂർണ്ണ തൃപ്തിയായ ഒരു സിനിമ 4 മണിക്കൂറുണ്ട്. അത് ജയൻ ട്രിം ചെയ്തിട്ടാണ് 2:55 എത്ര 57 അങ്ങോട്ട് ഇതിൽ വന്നത്. ആ ലോകമുണ്ടാക്കി തീർക്കുക എന്ന് പറഞ്ഞൊരു സാധനം ആണ് അദ്ദേഹം. മെഷീൻ വർക്കിൽ കൂടെ ഒരു സംഗതി ഉണ്ടാക്കി വയ്ക്കാനൊക്കെ ഇതിൻ്റെ എല്ലാ കുറ്റവും കുറവുകളും ചേർന്നുകൊണ്ട് മാത്രമേ എല്ലാ കലാസൃഷ്ടികളും എല്ലാ മനുഷ്യരും ഉള്ളതാണ്. അത് ഈ കാഴ്ച കാണുന്നവർക്കും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് പല കുഴപ്പങ്ങളും ഇതുപോലുള്ള മനുഷ്യരുടെ വേദനകളും മറ്റു സാധനങ്ങളും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കൊരു താതാത്മ്യം തോന്നുന്നത് അതുകൊണ്ടാണ്. വീട്ടിൽ നമ്മളിത് വേണ്ട, നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ വീട് നമ്മുടെ സ്വസ്ഥമായ സ്ഥലമാണ്. AC യും കൂടെ ഫിറ്റ് ചെയ്ത് എഴുത്ത് സാധനം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉറക്കവേ നടക്കത്തു. GR ഇന്ദുഗോപൻ ചേട്ടനാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. ഈ ചേട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് കുറേ കാലം മുമ്പേ തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാ. എനിക്ക് തോന്നുന്നു മനോരമയിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആരാധനയോടുകൂടി ഒരു മനുഷ്യനെ കാണാൻ വരിക. മുരളി ചേട്ടനെയും കണ്ടതിനാണ്, ബി മുരളി കഥാകൃത്ത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നമുക്കൊക്കെ അപ്രാപ്യമായ ഒരു സ്പേസിലിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 2 ചെറുപ്പക്കാർ വന്നിട്ട് കാണുന്നു എന്നുള്ള അർത്ഥത്തിലായിരുന്നു അന്ന്. ഇപ്പൊ കാലം മാറി, നമ്മൾ രണ്ടുപേരും ഒരേ പ്രായക്കാരായി കേട്ടോ. ചേട്ടന് ഞാൻ ഈ നിമിഷം നിങ്ങളുടെ അടിമയുമായി അല്ലേ ഈ ഇന്റർവ്യൂ തീരുന്നിടം വരെ. അതാ കാലം കൊണ്ടുപോകുന്ന ഓരോ മാറ്റങ്ങൾ നോക്കണേ. എന്തൊക്കെ ദുരന്തം, എന്തൊക്കെ ദുരന്തം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. എന്തൊക്കെയായിരുന്നു. ശരിക്കും വിലായത്ത് ബുദ്ധ ഞാൻ നേരത്തെ വായിച്ചിട്ടില്ല. പക്ഷേ ഉള്ളത് പക്ഷെ ഞാൻ വായിച്ചത് 32 പേജ് എത്തി. ധൂപൻ ചേട്ടനെ കാണുമ്പോ വായിക്കണമല്ലോ, പുസ്തകം വാങ്ങിച്ചു. പക്ഷെ 32 പേജ് എത്തിയപ്പോ 6 അധ്യായം എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ സിനിമയുടെ ഹൈപ്പ് ഉണ്ടല്ലോ അത് കുറയും. ഇപ്പൊ സിനിമകൾ കാണുമ്പോ നമുക്ക് പറ്റുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വേണ്ട. ഇപ്പൊ ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചിട്ട് സിനിമ കണ്ടപ്പോ പറ്റിയതുപോലെ അത് കാരണം എന്ത് ചെയ്യുന്ന വെച്ചു അവിടെ വെച്ച് മതിയാക്കി. 6ാം അധ്യായത്തിൽ നിൽക്കുകയാണ്. പക്ഷെ പഞ്ചാണ് ആ നിൽപ്പ്. എനിക്ക് തോന്നുന്നത് നല്ലതാണ് ഇതിനകത്ത്. ഇനി സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു ഇരട്ടി പഞ്ച് കിട്ടും. അതെ, കിട്ടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഇൻട്രോയുടെ ഹൈപ്പ് കിട്ടി. ആ ചന്ദനം ഒരു സാധനത്തിൽ ഉരുട്ടുന്ന സമയത്ത് ഞാൻ മതിയാക്കിയതാ, ഇനി വേണ്ട. ഇത്തരം ഇൻഫോർമേഷൻ എന്നെ അതിനകത്ത് ഭയങ്കരമായിട്ട് ആവേശിപ്പിക്കുമെന്ന് എനിക്കറിയാം. ഈ റിസർച്ച് ഉണ്ടല്ലോ, വിലായത്ത് ബുദ്ധയ്ക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ചന്ദനക്കടത്തുകാരുടെ കൂടെ പോവേണ്ടി വരിക എന്നൊക്കെ പറയുന്ന ഒരു അഭ്യാസം, നമ്മൾ വിചാരിക്കാത്തൊരു അഭ്യാസം, അത് ഇതിന് ഗുണം ചെയ്യോ? പിന്നെ രണ്ടാമത് ആ സ്പേസിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം, ഇപ്പോൾ പൊന്മാൻ ചെയ്യുന്ന സമയത്ത് ചെയ്തതുപോലെ ഒരു ആഗ്രഹം, അത് എത്രത്തോളം നമ്മളെ സഹായിക്കും? അത് നല്ല കാര്യമാണ് ചോദ്യം. എന്ന് വെച്ചാലേ, ഒന്ന് ഇപ്പം നമ്മൾ വലിയ ആനക്കാര്യം പോലെ നമുക്ക് പറയാം, നമ്മളിപ്പം വിലായത്ത് ബുദ്ധ എഴുതാൻ പോയി, നമ്മൾ ഇവരെ കൂടെ ഒക്കെ പോയി നിന്നു കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് ഒരു എഴുതാൻ പോകുന്നൊരു പിള്ളേരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിലൊരു യാത്രയോ ഒരു ക്ലേശമോ ഒക്കെ ഉണ്ടല്ലോ. ചുമ്മാതെ നമ്മൾ ചുമ്മാ വന്ന് ഭാവനയും കണ്ട് വന്നിരുന്ന് എഴുതുന്നൊരു ഏർപ്പാട് മാത്രമല്ലെന്നൊക്കെ ഉള്ള രീതിയിലുള്ള പോസിറ്റീവ്നെസ് ഉണ്ട്. അതല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ഇവരോടെ പോയി തങ്ങി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോയി, ചില അപകടങ്ങളിൽ ചെന്ന് പെട്ടു എന്നൊക്കെ ഇരിക്കുന്നു വിചാരിച്ചിട്ട് എൻ്റെ റൈറ്റിങ്ങിൽ കാര്യമായ വലിയ വ്യത്യാസമൊന്നും വരാനായിട്ട് പോകുന്നില്ല. ചില വരികളോ സംഗതികളോ നമ്മുടെ അന്നേരത്തെ ഒരു നെഞ്ചെടുപ്പ്, ഒരു ചെറിയ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടായേക്കാം. അതൊന്നും കൃതിയുടെ ഒരു വലിയ മേന്മയിലേക്കോ മറ്റു സാധനങ്ങളിലേക്കോ നയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊന്നും പോകാത്ത മനുഷ്യർ വലിയ വലിയ കൃതികൾ ഇതൊന്നും ചെയ്യാതെ വീട്ടിൻ്റെ അകത്തിരുന്ന് ചെയ്യാം. ഈ പ്രതിഭയുടെ ഏറ്റക്കുറച്ചിലും ഒക്കെ ബന്ധപ്പെട്ട. അപ്പം ഞാനെപ്പോഴും ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രതിഭയെ സംബന്ധിച്ച് എപ്പോഴും ഭയങ്കരമായ ഇത് വെച്ച് പുലർത്തുന്ന ഒരാളല്ല. അതുകൊണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ കണ്ടീഷനുള്ളൂ. പക്ഷെ എനിക്കിതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. നിങ്ങൾ എല്ലാവരും ഇത് വായിക്കുന്നു, എനിക്ക് പേഴ്സണലി എന്ത് കിട്ടുന്നു എന്നൊരു സാധനം കൂടെ ഉണ്ടല്ലോ. ഞാനും ജീവിക്കുന്നൊരു മനുഷ്യനല്ലേ. അപ്പം എനിക്കിതൊരു ഉപാധിയും കാരണമാവുക. ഞാനിതിൻ്റെ പുറകെ പോകുന്നു. ഇപ്പം ജൂഡ് ആൻ്റണിയും കേരളത്തിലെ ആദ്യത്തെ സർട്ടിഫൈഡ് അല്ലെങ്കിൽ അറിയപ്പെടുന്നൊരു വേട്ടക്കാരിയുമായ കുട്ടിയമ്മയുടെ മകനുമായിട്ടാണ് ഞങ്ങൾ
ആട്ടുമല കയറാനായിട്ട് പോകുന്നത്. ഞങ്ങൾ വേറൊരു സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരത്തെ ആലോചിച്ച് വെച്ചിരുന്ന സാധനങ്ങൾക്കൊരു കണക്ഷൻ കിട്ടി. ഈ ആട്ടുമല ആ യാത്ര ഭയങ്കര പിന്നെ ഇത് കണക്ക് പാത മാത്രം അടിച്ച് തുടങ്ങിയ ഒരു പാതയിൽ കൂടെയുള്ള യാത്രയായിരുന്നു. ഒരു 80 ഡിഗ്രിയിലൊക്കെ ഇങ്ങനെ തിരിച്ചു വരുന്നതിന് വളരെ അപകടം പിടിച്ച ആ യാത്രകളായിരുന്നു. പക്ഷെ അത് നമ്മളൊരു നെഞ്ചെടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അതിലെവിടെയൊക്കെ എലിമെന്റ്സ് ഇതിൽ വന്നേക്കാം ഈ ഒരു സാധനം. അല്ലാതെ നമ്മളിതിനൊന്നും ഭയങ്കര ആനക്കാര്യമായിട്ട് കാണേണ്ടതില്ല. പക്ഷെ നമ്മളൊരു പരിശ്രമം അവിടെ നടത്തുന്നു. നമ്മൾ ആ ഭൂമികയിൽ പിന്നെ മറ്റു രണ്ടാമത്തെ ചോദ്യത്തിന് രണ്ടാമത്തെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ ഭൂമികയിൽ പോയി ചിത്രീകരിക്കണം എന്ന് പറയുന്നത് എൻ്റെ നിർബന്ധ ബുദ്ധിയല്ല. എൻ്റെ നിർബന്ധ ബുദ്ധി എൻ്റെ ചെറിയ സാധനങ്ങൾ ഇവിടെ കഴിഞ്ഞു. പക്ഷെ അത് അവിടെ എടുക്കണം. ഇപ്പം പൊന്മാൻ എൻ്റെ കടപ്പുറത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ കടപ്പുറത്ത് തന്നെ അത് ക്യാമറ വെക്കണം. അദ്ദേഹത്തിൻ്റെ പിന്നെ ഭൂമികയിൽ തന്നെ ആ ക്യാമറ വെക്കണമെന്ന് തീരുമാനിക്കുന്ന എൻ്റെ സംവിധായകനായ ജ്യോതിശങ്കറാണ്. അദ്ദേഹം ആ റൈറ്ററുടെ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന എസൻസ് ആ സിനിമയിൽ ഉണ്ടാകണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ട്. ഇത് തന്നെ ജയനും ഉണ്ടായിരുന്നു. ഇത് അതിനു മുമ്പ് തന്നെ സച്ചിക്ക് ഉണ്ടായിരുന്നു. സച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ജയൻ്റെ അടുത്തും പറഞ്ഞ സാധനം അതാ. അത് ഈ ഭൂമിക എന്ന് പറയുന്ന ഒരു സാധനം, മറയൂർ എന്ന് പറഞ്ഞ ഭൂമിക, ഇതിനപ്പുറത്തേക്ക് വേറെ ആരെ കൊണ്ട് കാണിക്കാൻ പറ്റരുത്. ആ ഭൂമിക, ആ സംസ്കൃതി നമ്മുടെ ഇതിൻ്റെ അകത്ത് വേണം. ജയൻ അത് ഇപ്പം കാഴ്ചയെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ ഇത് പറയാം, ഞാൻ കണ്ടൊരു കാഴ്ച വെച്ച് നോക്കിയാൽ ആ സംസ്കൃതി അവിടുത്തെ മനുഷ്യരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് ജയൻ എടുത്തൊരു വലിയ പെയിൻ ഉണ്ട്. അത് സംവിധായകരുടെ പക്കൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെക്കൻ തെല്ലുകേസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഏതാണ്ട് ഒരു 10 വയസ്സിൽ ഒക്കെ ആയിട്ട് കണ്ട എൻ്റെ ഫാമിലി തന്നെ നടന്നൊരു കഥയാണ് ഈ അമ്മണിപ്പിള്ള വെട്ടുകേസ് എന്ന് പറഞ്ഞ സിനിമ തന്നെ. അപ്പം ഞാൻ ഈ കഥ പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ സംവിധായകനായ ശ്രീജിത്ത്, അപ്പം അതിൽ ഒരു സീൻ്റെ അകത്ത് ഞാൻ ആ പ്രായത്തിൽ നിന്ന് കണ്ട കാഴ്ചയാണ് ഇത് ചെയ്യുന്നത്. ഈ അമ്മണിപ്പിള്ള അടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അടി കൊണ്ടതിൽ ഒരാളിൻ്റെ അമ്മ വിളിച്ചിട്ടടാ നിങ്ങൾക്ക് ചോറ് വാരി തന്നതല്ലേടാ ഞാൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഞാൻ ഒരു വരി എഴുതി ചേർത്തിട്ടില്ല. ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ കണ്ട അതേ വരികളാണ് ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്തത് ബുക്കിലും. അത് അതേപടി തന്നെ ശ്രീജിത്ത് എടുക്കുകയും എൻ്റെ പ്രായത്തിൽ ഞാൻ എങ്ങനെ ഇരിക്കും അമ്മാതിരി ഒരു പയ്യനെ ആ കൂട്ടം കൊണ്ട് നിർത്തുകയും ചെയ്തു. അത് ഒരു സംവിധായകൻ, അയാളൊരു ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ അയാൾ കൊടുക്കുന്ന അഡിഷൻസാണ് ഈ ഒരു സാധനം. അത് നമ്മളോട് റൈറ്ററോടുള്ള ആ കാര്യത്തിൽ എനിക്ക് പിന്നെ പരിമിതമായിട്ടാണെങ്കിലും ഒരു ഭാഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഒരു റൈറ്ററെ തേടി വന്ന ഒരു കണ്ടന്റ്, റൈറ്ററെ തേടി വരികയാണ്. അല്ല, കണ്ടന്റ് തേടി വരുന്ന ആൾക്കാർ കുറച്ചും കൂടെ ജെന്യുവിനായിട്ട് അതിനെ സമീപിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതേ അനുഭവം തന്നെ നമ്മളെ കഞ്ചാവിനെ കുറിച്ചുള്ള ഒരു അനുഭവം പറയുമ്പോൾ ഈ പുസ്തകത്തിനകത്ത്, ഇപ്പൊ കരിമ്പുലിയൊക്കെ ഉള്ള ആ പുസ്തകത്തിനകത്ത് അനുഭവ കഥ പറയുന്ന സമയത്ത് എന്നെ ഞെട്ടിപ്പിച്ച 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ആ പുഴുവിനെ കിളികൾ വന്ന് കൊത്തിക്കൊണ്ടുപോകുന്ന സീൻ. എനിക്ക് ഒരു ഡിസ്കവറി ചാനലിൽ പോലും ഇങ്ങനെയുള്ളൊരു അനുഭവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം ഒരു ചാനലിൽ, ഡിസ്കവറി പോലൊരു ചാനലിൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ. അപ്പൊ അത് അനുഭവ കഥയായിട്ട് എഴുതുമ്പോഴത്തേക്ക് ഹൈപ്പ് എനിക്ക് കൂടുതലാണ്. അതൊരു കഥയിൽ കേട്ടിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. അത് അനുഭവമായിട്ട് തന്നെ എഴുതി. അത് അനുഭവം എന്ന് വെച്ചാല് എൻ്റെ നേരനുഭവമല്ല, പക്ഷെ ഞാൻ ഒരാളുടെ അടുത്തുനിന്ന് ആ കഥ സംഭവിച്ച മനുഷ്യന്റെ അടുത്തുനിന്ന് ഞാനത് കേൾക്കുക. അയാൾക്കല്ല, അയാളുടെ കൂട്ടുകാരനായിരിക്കും സംഭവിച്ചത്. പക്ഷേ ഇതെനിക്ക് ഭാവനയിൽ ഇപ്പം റെനീഷ് ഞെട്ടിപ്പോയെന്ന് പറയുന്നവർക്ക് ഞാനും ഞെട്ടി. ഇത് ഈ കഥനം കേൾക്കുമ്പോൾ ഇതൊന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ ഈ പിന്നാലെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിയൽ ലൈഫിൽ നിന്ന് കിട്ടുന്ന ചില ഞെട്ടലുകളുണ്ട്. അത് നമുക്ക് പ്രതിഫലിപ്പിക്കാനായിട്ട് ഇത്തരം യാത്രകൾ, ഇത്തരം സാഹസികതകളെന്ന് വേണമെങ്കിൽ പറയാവുന്ന കണ്ടീഷൻ നമുക്ക് ഉപകരിക്കും. അത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ നറേഷനിൽ. ആ കഞ്ചാവിന്റെ അനുഭവകഥ പറഞ്ഞതിനകത്ത് എനിക്ക് ആ കഥ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. കാരണം അതിന് സിനിമയെ വെല്ലുന്നൊരു അനുഭവമുണ്ട്. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണോ നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ ഇന്ദോപൻ ചേട്ടൻ്റെ റൈറ്റിങ്സിൽ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ
ആനന്ദ് മരുഭൂമികൾ ഉണ്ടാകുന്നത് പറയുന്ന സമയത്ത് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണോ, ഇത് ഇങ്ങനെ സംഭവിക്കോ, കുന്തൻ ഓരോന്നും നേരിടുന്ന സമയത്ത് ചരിത്രമാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളൊരു ഞെട്ടൽ ഉണ്ടാവില്ലേ? അതേപോലെയാണ് ഈ അനുഭവം. ഇങ്ങനെ ഇന്ദുബൻ ചേട്ടൻ പറയുമ്പോൾ ഇന്ദുബൻ ചേട്ടനെ നമുക്കറിയാം, ഇയാൾ നടന്ന വഴികളാണ് എഴുതാനുള്ള സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇതിൽ പേരുകളും ചെന്നിറങ്ങുന്ന സ്ഥലങ്ങളും ഒക്കെ ചിലപ്പോൾ മാറ്റമായിരിക്കും. പക്ഷെ ആ ഒരു പരിസരമൊക്കെ ഈ കഥ തന്നെ സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും, ഇത് സിനിമാറ്റിക് ആകുമ്പോൾ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കും എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അല്ല, അത് പലതിലും ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഈ മലയടിച്ച് കയറുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മൾ സിനിമയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക് സിനിമാറ്റിക്കായിട്ട് തോന്നുമെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചാണ്. ഈ ആട്ടുമല എന്ന് പറയുന്നത് വിലായത് ബുദ്ധി എന്ന് വെച്ചാൽ ആട്ടുമല എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ആട്ടുമലയാണ്. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു. പക്ഷെ തമിഴ്നാട് ഗവൺമെന്റിന്റെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ വേറൊരു സ്ഥലം എടുക്കേണ്ടി വരും. ബാക്കി അതല്ലാത്ത പരിസരത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഒട്ടുമിക്ക സ്ഥലങ്ങളും, കുറേ സ്ഥലങ്ങൾ നെല്ലിയാമ്പതിയിലൊക്കെ പോണ്ടി വന്നു എന്നുണ്ടെങ്കിലും അതൊക്കെയാണ് ജയൻ അതിൽ 4 വർഷമായിട്ട് എടുത്തൊരു വലിയ പെയിൻ. അതിൽ എന്തെങ്കിലും ആ സിനിമയ്ക്കൊരു ഗുണമുണ്ടാവണം നമ്മളും കൂടെ ഉള്ളറിയാതെ ആഗ്രഹിക്കുന്നത് കൊണ്ടൊക്കെയാണ് 4 വർഷം. അപ്പോൾ അതിൻ്റെ അകത്ത് ചിക്കിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചിക്കിലി എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ പേര് പോലും മാറ്റിയിട്ടില്ല. അന്ന് ഞങ്ങളെ കൊണ്ട് ആട്ടുമല കാണിച്ചു തന്ന പയ്യൻ, അല്ലെങ്കിൽ സഹായിയായിട്ട് നിന്ന് അവന് കൊടുക്കുന്ന ഒരു ആദരം കൂടാണ് സത്യത്തിൽ അവർ. അപ്പം നമ്മളെ ഇതായിട്ടുള്ള പൊടിപ്പൊടി മനുഷ്യരെ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് വെക്കാൻ പറ്റുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ അകത്തുനിന്നുള്ളൊരു സംഗതി. 2 പിന്നെ ഇതിനകത്ത് ഭുവനേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഈ 5 നാട് കോളനിക്കകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ കോളനിയാണ് അത്. അവർ വേറെ പാണ്ഡ്യരാജാക്കന്മാരുടെ സ്ഥലത്തു നിന്നൊക്കെ സ്ഥലം വിട്ട് വന്നുണ്ടാക്കിയ ഒരു കോളനിയാണ്. ഒരുപാട് നമ്മളെ ഇവിടുത്തെ സംസ്കൃതിയേക്കാൾ വലിയ പഴക്കം ചെന്നതാണ് ഈ മറയൂർ. അങ്ങനെ വന്ന ഇവര് അതിലൊരാൾ, ഭുവനേശ്വരൻ എന്ന് പറഞ്ഞ ഒരാൾ, ഇതിൻ്റെ അകത്തൊരു കുഞ്ഞു വീടിൻ്റെ അകത്ത് ഇരുന്ന് അയാൾ കവിതകൾ എഴുതുക. എന്നിട്ട് അത് നിന്ന് ട്യൂൺ ചെയ്ത് ആരെങ്കിലും കൊണ്ട് ഒരു ചെറിയ ഹാർമോണിയം പോലുള്ള സാധനം ഇട്ട് ട്യൂൺ ചെയ്ത് പാടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇയാളെ തേടി ആരെങ്കിലും വരുമെന്നോ ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല. ആ ജയൻ അയാളെ പോയി തപ്പി. ഞാനും പോയി അയാളെ കണ്ടിരുന്നു. അയാളെ കണ്ടു, തപ്പിയെടുത്തു. അയാൾ നോക്കുമ്പോൾ അയാൾ 70 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അയാളുടെ ഒരു പാട്ട്, അയാൾ പാടിയ പാട്ട് ഈ സിനിമയ്ക്കകത്ത് വരിക. അപ്പം നമുക്ക് കോൺട്രിബ്യൂട്ട് സിനിമയുടെ രാശി, കെമിസ്ട്രി, മനുഷ്യൻ മനസ്സിലാക്കുന്ന എങ്ങനെ ഇതിൻ്റെ ബോക്സ് ഓഫ് ഇതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇതിൽ ഏതൊക്കെ സാധാരണ മനുഷ്യരെ നമ്മൾ തൊട്ട് കടന്നുപോയി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഈ സാഹിത്യത്തിൽ വന്നുകൊണ്ട് എനിക്ക് ആകപ്പാട് അതിൻ്റെ അകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്കൊരു പ്രസൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഇത്തരം ചില എലിമെന്റ്സ് ആണ്. പിന്നെ സാധാരണ മനുഷ്യരുടെ കഥകളല്ല, ഒരു ലോവർ മിഡിൽ ക്ലാസ് അവർക്കാണ് കഥകളുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഇപ്പം കാപ്പയാണെങ്കിൽ ഒരുപാട് ദുഷ്ചെയ്തികൾ ചെയ്ത ഒരു സാധാരണ മനുഷ്യൻ്റെ ആത്മവിലാപമാണ് സത്യത്തിൽ അതിനിപ്പോൾ നമുക്കിപ്പോൾ സിനിമാറ്റിക് പല വേർഷൻസ് അതിൻ്റെ അകത്ത് കടന്നുകൂടുമെങ്കിലും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പൃഥ്വിരാജ് ഈ സിനിമയുടെ 20 മിനിറ്റ് മുമ്പ് ഇയാൾ പൊട്ടിത്തെറിച്ച് ഇല്ലാതായി മാറുക. അത് നമ്മളൊരു സ്ട്രെയിറ്റ് വേ നടത്തുന്ന ഒരു ഇതല്ല. നമുക്ക് വേണമെങ്കിൽ അതിനെ അവസാനം കൊണ്ടുവന്ന് കെട്ടാം. അദ്ദേഹം സംഭവിച്ച ഇയാൾ തിരിച്ചു വരുന്നു, ഗോ വിളിച്ചുകൊണ്ട് നിർത്താം. ആ അമാനുഷികതയുടെ ആവശ്യമില്ല. ഇത് അയാളുടെ ജീവിതമാണെന്നുള്ളത് ഇദ്ദേഹം വളരെ കൃത്യമായി മനസ്സിലാക്കി. ഒരു ഈ ക്യാരക്ടറിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ഒരു രണ്ടാമത്തെ ഒരു പുനർവിചിന്തനം വേണ്ടേ എന്നൊരു ചോദ്യം ഇതില്ല. അതാണ് അതിൻ്റെ ജീവിതം എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എൻ്റെ ഹീറോയിസം അല്ല, എൻ്റെ ആ ഹീറോയുടെ ഒരു ആത്മവിലാപം എൻ്റെ അകത്തുണ്ട്. ഞാനിങ്ങനെ ആയിപ്പോയതിൻ്റെ ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് 20 മിനിറ്റ് മറ്റ് 2 ലേഡീസിൻ്റെ പ്രശ്നം അവരാണ് അത് കഥ കൊണ്ടുപോകുന്നത്. അപ്പം എന്നൊക്കെ പറയുന്ന കണക്ക് ഞാൻ നോക്കിയിട്ട് നമ്മളുടെ സിനിമാ ലോകത്തിന് ഒരുപാട് പോസിറ്റീവ്നെസ് ഉണ്ട്. ആക്ടേഴ്സ് ആണെങ്കിലും സംവിധായകരൊക്കെ ആണെങ്കിലും അവരാലാവുന്ന മട്ടിൽ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. റൈറ്റിംഗ് ഒരു പ്രത്യേകതയുള്ള സംഗതിയാണ്. എന്നൊക്കെ പറഞ്ഞ് ഉൾക്കൊള്ളുന്നതാണ്. നമ്മളതിൽ എത്രമാത്രം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെയുള്ള കാര്യത്തിലേ നമുക്ക് സംശയമുള്ളൂ. അപ്പോൾ നമ്മളെ പാർട്ടി എന്നുള്ള കുഴപ്പമുണ്ടെന്നില്ല, അവരെ പാർട്ടി എന്നെല്ലാം കറക്റ്റാ. ഈ ഈട്ടൻ ഭാസ്കരൻ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മൾ ഒരു ഇതുണ്ടാവുമെങ്കിലും എനിക്ക് തോന്നുന്നത് ആ ക്യാരക്ടറിന്റെ ഉള്ളിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന തരത്തിലായിരിക്കും സിനിമ ഉണ്ടാവുക. കാരണം
ഇന്ദുവൻ ചേട്ടൻ ഒരാളെ എഴുതുമ്പോൾ ആ. അതിന്റെ ലേയേഴ്സ് ആണ് ഇപ്പോൾ സിനിമാക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതാണ്. അതെ, കാരണം അതിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. ആ അനുഭവം, ആ പൊള്ളൽ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ തീട്ടം ഭാസ്കരൻ അതിനകത്ത് നിന്ന് മാറേണ്ട ഒരു ആവശ്യം നമുക്കൂടെ ചിലപ്പോൾ ഫീൽ ചെയ്യും. കാരണം അത് മാറണമല്ലോ, ആ മനുഷ്യനത് മാറണമല്ലോ എന്ന് നമ്മളിവിടെ വിശ്വസിക്കും. അത്രയ്ക്കും ക്യാരക്ടേഴ്സിനെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഇവർ തമ്മിലുള്ളൊരു സംഗതി ഉള്ളതുപോലെ ഈ ക്യാരക്ടേഴ്സിനെയും കൂടെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ലേ സിനിമയിൽ? അല്ല, രനീഷ ഒരു സംഗതി, നമ്മളിപ്പം സിമ്പതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളുടെ കണ്ണ് അല്ലെങ്കിൽ മനസ്സ് ഒരു ക്യാരക്ടറിന് വേണ്ടി നനഞ്ഞു തുടങ്ങുന്നൊരു സമയത്താണ് ആ ക്യാരക്ടർ നമ്മുടെ നറേഷനിൽ ഉറയ്ക്കുന്നത്. ഇപ്പം 4-5 ചെറുപ്പക്കാർ എന്നുള്ള നോവൽ പിന്നീട് പൊന്മാനൊക്കെ ആയിരുന്ന സമയത്ത് അവൻ എവിടെ നിന്നൊക്കെ വന്നൊരു ചെറുക്കൻ, പക്ഷെ അവൻ നിത്യജീവിതത്തിന് വേണ്ടി ചെയ്യുന്നൊരു സാധനം ഇവൻ്റെ അടിച്ചോണ്ട് ഒരു ഫാമിലി കംപ്ലീറ്റ്, പിന്നെ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ഡ്രാമ കളിച്ചത് അടിച്ചോണ്ട് പോകുന്ന ഒരു സ്ഥലത്ത് വെച്ചപ്പോഴത്തേക്ക് ഇവൻ്റെ കൂടെ നമ്മൾ നിൽക്കുക. അവനൊരു വില്ലനാണ്, പക്ഷെ അവിടെ അവനൊരു ഇറ്റേണൽ വില്ലനാണ്. അവൻ്റെ സാധനത്തിന് വേണ്ടി അവൻ തിരിച്ചു കിട്ടാനായി അവൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ ചില്ലറയല്ല. പക്ഷേ അവൻ്റെ കൂടെ ഉറച്ചു കഴിഞ്ഞു. റൈറ്ററുടെ കാഴ്ചക്കാരൻ്റെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ മാത്രമല്ല, റൈറ്ററുടെ സിമ്പതി കൂടെ ഉറച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള യാത്ര സാധ്യമാകത്തുള്ളൂ. ഇവിടെ ആകട്ടെ ഇതിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രം ആരാണ് സത്യത്തിൽ? തീട്ടം ഭാസ്കരനാണ്. അയാളെ അയാളുടെ മനസ്സ് ഒരു വലിയ മലിനക്കുഴിയിലേക്ക് വന്ന് വീണ സ്ഥലത്ത് അയാൾ ലിഫ്റ്റ് ചെയ്തെടുക്കുന്ന നിന്നാണ് ഡബിൾ മോഹനൻ ഹീറോ ആയി മാറുന്നത്. അയാളുടെ പോസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പം ഇവിടെ ഇയാൾ ചെയ്യുന്നൊരു സാധനം എന്ന് വെച്ചാൽ നമ്മളെല്ലാ മനുഷ്യരും ഇത് ചെയ്യുന്നൊരു സംഗതിയാണ്. നാളെ ഇപ്പം നമ്മളിൽ ആര് വന്ന് എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചു, 10 പേര് വായിച്ചു, അയാൾ ഇത് ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പോൾ സിനിമ വരുന്നു അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വരുന്നത് പ്രൊമോഷനായിട്ടോ നമ്മൾ ചെന്നിരുന്നു, ഇയാളുടെ മുഖമോ ഇതോ ഒക്കെ എവിടെങ്കിലും ഇവരെ കാണുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരു സാധാരണക്കാരനും മറ്റേയാളും ചെയ്യുന്ന പ്രക്രിയ തമ്മിൽ വ്യത്യാസപ്പെടുകയാണ്. അപ്പം അതിനെ അവർ രണ്ടുപേര് ചെയ്ത ചെറിയ പിഴവുകൾ ഒരാളുടെ വലിയ പിഴവുകളായിട്ട് മാറാം. ഇച്ചിരി കൊണ്ട് മാറിയെന്നേ എന്ന് ഞാനൊരാളുടെ അടുത്ത് ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ, ഇച്ചിരി കൊണ്ട് മാറിയെന്നേ എന്നാൽ ശബ്ദം ഒരു സാധാരണക്കാരന് കടിപ്പിക്കാം. ഞാനത് കടിപ്പിച്ചു കഴിഞ്ഞാൽ വേറെപ്പുറം ക്യാമറ ആയിട്ട് നിൽക്കുന്ന ഒരാൾ പറയും ഇയാൾ ഇന്നാളാണ്, ഇയാളുടെ സംസാരത്തിലെ ധാഷ്ട്യം നോക്ക്. ഇവിടെ തുടങ്ങി ഇത് ഒരാളിനെ നശിപ്പിക്കുന്ന ഒരു ആൾക്കൂട്ട വിചാരണയുടെ ഒരു കാലമാണ് ഈ സോഷ്യൽ മീഡിയ വെച്ച്. ആൾക്കൂട്ട വിചാരണയുടെ ഒരു കാലമാണ്. അപ്പോൾ ഒന്നും അതിൻ്റെ അകത്തൊരു അത് എൻജോയ് ചെയ്യുന്നൊരു ഭയങ്കര പ്രക്രിയയുണ്ട്. അങ്ങനെ ഒരു സ്വതേ അഹങ്കാരം ഉണ്ടായിരിക്കുകയും ഭയങ്കര ഈഗോ ഉണ്ടായിരിക്കുന്ന ഒരു പഞ്ചായത്തിലെ ഒരു പ്രമുഖനായ ഒരാൾ, ഏറ്റവും അതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾ, അയാളുടെ ആത്മവിശ്വാസത്തിൻ്റെ മണ്ടയിൽ നിന്ന് അയാൾ വന്ന് നിപതിക്കുന്ന ഒരു വലിയ കുഴിയുണ്ടല്ലോ, ആ ഒരു കുഴിയിൽ നിന്ന് പിന്നെ ഇയാൾക്ക് കടന്നു കയറാനായിട്ട് പറ്റുന്നത്. ഇയാൾ വളർത്തി ജനം എൻ്റെ കൂടെ എന്ന് പറയുന്ന ജനം തന്നെ കടിച്ചു കീറുക. അപ്പം ജനത്തിനെ സംബന്ധിച്ച് അത് മതി. ഇന്നത്തെ രാവിലത്തുള്ള എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ആ ജനത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. ഞാൻ രജനീഷും ഉണ്ട്. ഈ പറയുന്ന അതുകൊണ്ട് നമ്മൾ ഇതിനേക്കാൾ വലിയൊരു ഒരു സെലിബ്രിറ്റിയുടെ പതനം വേറൊരാൾ പിന്നെ മനുഷ്യ പ്രകൃതം അനുസരിച്ച് സ്വാഭാവികമെങ്കിലും ആഗ്രഹിക്കുന്നു. ഒരാൾ ഇങ്ങനെ മുകളിലോട്ട് റോക്കറ്റ് പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ താല്പര്യമില്ല. ISRO എന്നും ഇത് വിടുന്നുണ്ട് എന്ന് കരുതി മുകളിലോട്ട് പോകുന്ന വെച്ചാൽ അരക്കോളം വാർത്തയാണ്. ഇത് മറിഞ്ഞ് തലയും കുത്തി താഴെ വീഴുക എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട 3 വാർത്തയും നമ്മുടെ ശത്രുക്കൾക്ക് 6 വാർത്തയുമാണ്. അപ്പം ഈ ഒരു സാധനത്തിനെ ഇതിനെ എൻജോയ് ചെയ്ത് അതൊരു ഭയങ്കര കൾച്ചറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാറും. പക്ഷെ ഇപ്പോഴാണ് അപ്പം അതെല്ലാം കൂടെ നമ്മൾ പറയേണ്ടതല്ലേ? അവിടെയാണ് ഈ മനുഷ്യൻ്റെ ഒരു സിമ്പതി. അത് കാഴ്ചക്കാരന് ഈ സിമ്പതി കിട്ടിയില്ലെങ്കിൽ പോയി. ഇപ്പം പുസ്തകം എഴുതിയപ്പം വായനക്കാരനിൽ ആ ഒരു സിമ്പതി കിട്ടിയതുകൊണ്ട് ആ പുസ്തകത്തിനൊരു റീച്ച് കിട്ടി. ഈ സിമ്പതി കാഴ്ചക്കാരന് തോന്നില്ല. അപ്പോൾ അവർ ചിരിച്ചാലും മതി. ചിരി പോലും അവരുടെ പിന്നെ ഇയാളുമായിട്ട് താതാത്മ്യപ്പെടുന്നതിൻ്റെ സാധനം. ആ ചിരി പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന ചേർത്തിട്ടുള്ള ചിരിയായിരിക്കും. അതല്ല, ഞാൻ വേദനിക്കാൻ മറന്നുപോയി. അയാളിത് വീഴുന്നത് വെറും ഇത് മാത്രമാണ്. ഇയാളുടെ രണ്ടാമതുള്ള അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇയാളുടെ ജീവിതം, ഇയാളുടെ ഒരു ഭ്രാന്തമായി ഈ ജനത്തിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ റിജക്ഷൻ ആൾക്കാർക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
മനസ്സിലായി. അപ്പൊ അന്ന് എന്ന് പറഞ്ഞാണ് കൊണ്ടത്. ഇത് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ഈ അനിൽ ഭാസ്കരൻ സൈക്കിൾ തൊട്ടി താഴേക്ക് ഇറങ്ങി വരുന്ന സീന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇനി ഇതിന്റെ വിഷ്വലൈസേഷൻ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയക്കുന്നത്. ബാക്കിയെല്ലാ സസ്പെൻസുകളും ഉണ്ട്. ആ വീട് എങ്ങനെയായിരിക്കും, അവരുടെ ജീവിത പരിസരങ്ങൾ എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ്. പക്ഷെ ഒരു നോവലിൽ നിന്ന് ഇത് മാറുമ്പോൾ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുള്ളത് നമ്മുടെ മനസ്സിനകത്ത് അപാരമായിട്ടുള്ള ഒരു വിഷ്വൽ സാധ്യത ഉണ്ടാവും. ഈ സാധ്യതകൾ പല രീതിയിലാണ്. നമ്മൾ തന്നെ 1, 2, 3 ഘട്ടങ്ങളിൽ ഇവരെയൊക്കെ പലതരത്തിൽ പല സ്ഥലത്ത് കൊണ്ടുവന്ന് ആയിരിക്കും നമ്മൾ ഭാവിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതൊരിക്കലും ഒരു ടെറൈനിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ വരില്ല. അത് നമ്മുടെ ഒരു സാധ്യതയൊക്കെ പരിമിതപ്പെടുത്തും. പക്ഷെ ഇത് ചിലപ്പോൾ ചിലതൊക്കെ എൻഹാൻസ് ചെയ്യും. ക്യാമറയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ചില സൂക്ഷ്മ ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. അവരുടെ ഇമോഷൻസ് ഇതിനകത്ത് വരച്ചതിനേക്കാളും വേറൊരു തരത്തിൽ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കും. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്ദോവൻ ചേട്ടൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കണ്ടത്? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. 2 കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, എൻ്റെ ഞാനൊരു കഴിഞ്ഞൊരു 10 വർഷമായി ഞാൻ എഴുതുന്ന എൻ്റെ രചന എന്ന് പറയുന്നത്, ഞാൻ കഥ പറഞ്ഞ് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ സാഹിത്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ വളരെ ഇതായിട്ടുള്ള സാഹിത്യമൊന്നും ഇത് സാഹിത്യമില്ല. പറഞ്ഞു വരുക. ഈ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിൽ ഒരുപാട് വിടവുകളുണ്ട്. ഞാൻ എൻ്റെ കഥ പറഞ്ഞ് പെട്ടെന്ന് തുടങ്ങുന്നത്, ഇതൊക്കെയാണ് കഥ. ഇപ്പം നമ്മളിപ്പോൾ ഒരു 1000 രാവുകളോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ പറഞ്ഞൊക്കെ പോകുന്ന പോലെ ഉള്ള ഒരു കഥ പറച്ചിലാണ്. അതുപോലെ ഇത് വരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഒരുപാട് ദൃശ്യ സാധ്യതകൾ ബാക്കി ഇട്ടിട്ടാണ് പോകുന്നത്. അതാണ് എനിക്ക് ഈ പറഞ്ഞ കണക്കുള്ള ഈ ആർട്ടിസ്റ്റുകൾ എന്നുള്ള ഈ സംവിധായകരുടെ ഉണ്ടാവുന്ന ഒരു സംഗതി. അവരെടുക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഈ 1 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം അത് സിനിമയായപ്പോൾ 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ എന്നുള്ളത് തന്നെ 3 മണിക്കൂറിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് തന്നെ ജയന് പൂർണ്ണ തൃപ്തിയായ ഒരു സിനിമ 4 മണിക്കൂറുണ്ട്. അത് ജയൻ ട്രിം ചെയ്തിട്ടാണ് 57 അങ്ങോട്ട് ഇതിൽ വന്നത്. അപ്പം ജയൻ കാണുന്നൊരു വ്യാപ്തി എന്ന് പറയുന്നത് ആ മട്ടിലാണ് അത് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ലോകമുണ്ടാക്കി തീർക്കുക എന്ന് പറഞ്ഞൊരു സാധനം അതിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. കാര്യം ആ വിടവുകൾ പുള്ളി കൃത്യമായിട്ട് കണ്ടു. ദൃശ്യ സാധ്യതകൾ ഇട്ടിരുന്ന വിടവുകൾ കൃത്യമായിട്ട് കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരം സാധ്യതകൾ വരുമ്പോൾ ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു വായനക്കാരനോ അയാൾക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ചില എലിമെന്റ്സ് ഉണ്ടാവണം. നമ്മളെല്ലാം പറഞ്ഞു വെച്ചിട്ട് പോയി തിരിച്ചു പോവുക എന്നുള്ളത് ഒരു ജനാധിപത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അത് കുറെ കൂടെ അവിടെ വിശദീകരിക്കാമായിരുന്നു. അവിടെ അങ്ങനല്ല അതിൻ്റെ ഘടന എന്ന് പറഞ്ഞൊരു ഇടപെടൽ അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഈ ക്രിയാത്മകവും വിമർശനപരമായ ഒരു ഇടപെടൽ അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ഇതിൻ്റെ ഘടനകളെ അതുകൊണ്ട് ഇതവർക്ക് കാണാൻ പറ്റും. ഈ കാഴ്ച അല്ലാതെ പിന്നെ എല്ലാം തേച്ച് ചെയ്ത് വെച്ചിരുന്നാൽ പിന്നെ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ സിനിമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളും മാറ്റും പോലെ പേരുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ചെന്നായ വൂൾഫായി മാറുന്നു, ഈ അമ്മിണിപ്പിള്ള വെട്ടുകേസ് തെക്കൻ കല്ല് കേസായി മാറുന്നു. ഇതില് പക്ഷെ വിലായത്ത് ബുദ്ധയിലെത്തുമ്പോ വിലായത്ത് ബുദ്ധ തന്നെ എങ്ങനെ ഇട്ടു? അത് എനിക്ക് തോന്നുന്നു ഈ ടൈറ്റിൽസ്, സിനിമയ്ക്ക് വേണ്ട ടൈറ്റിൽസ് തന്നെ ഈ കഥയ്ക്കോ നോവലിനോ ഒക്കെ വരുന്ന ഒരു സന്ദർഭത്തിലേക്ക് വന്നതാണോ? അതേ കുറേ കൂടെ വളർന്നപ്പോൾ ഇന്ദുവൻ ചേട്ടൻ കുറേ കൂടെ സിനിമയ്ക്കും വേണ്ടിയിട്ട് വളർന്നിട്ടുണ്ട്. ഒറ്റക്കയ്യനിൽ നിന്ന് ചിതറിയവരാണ് ഫസ്റ്റില്. ചിതറിയവരിൽ നിന്ന് ഇവിടം വരെ എത്തുമ്പോൾ തിരക്കഥകളിൽ സിനിമാറ്റിക് ആയിട്ടുള്ള ഭാവങ്ങൾ കൂടെ ചേർന്നത് കൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ഒരു അഡാപ്റ്റേഷൻ തന്നെ വന്നത്? പേരിന്റെ അഡാപ്റ്റേഷൻ അല്ല, പേരിന്റെ അഡാപ്റ്റേഷൻ ഡെനിഷ നമ്മൾ ഇതല്ല, അതായത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് തീരുമാനിക്കുന്ന ഒരു ടൈറ്റിലാണ് സാധാരണഗതി. അമ്മിണിപ്പിള്ള വെട്ടുകേസ് നല്ല ടൈറ്റിലാണ്. പക്ഷേ ഇടക്കാലത്ത് പിന്നീട് മറ്റൊരു സിനിമ ആ ഒരു പേരിൽ വന്നതുകൊണ്ട് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാതായി. അതുകൊണ്ട് വേറൊരു പേരിലേക്ക് പോയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അതിന് റീസൺസ് ഉണ്ടാവും. 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്നത് രസമുള്ളൊരു പേരായിട്ട് ഞാൻ ആ പുസ്തകം എഴുതുന്ന സമയത്ത് പിന്നെ ജ്യോതിഷുമായി കൺസൾട്ട് ചെയ്യുമ്പോൾ ജ്യോതിഷിന് വളരെ ഇഷ്ടപ്പെട്ടൊരു പേരായിരുന്നു. ജ്യോതിഷി തന്നെ ഇപ്പം 4-5 ചെറുപ്പക്കാർ എന്നൊരു പേര് നമ്മൾ തന്നെ മാറ്റുന്നു. ഞാനിത് ഗ്രഹലക്ഷ്മി വരുമ്പോൾ സ്വർണ്ണം എന്നുള്ള പേരിലായിരുന്നു. പക്ഷെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്നൊരു ഭംഗിയുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. പക്ഷെ പിന്നീട് വരുമ്പോൾ അതൊരു സിനിമയിലേക്ക് വരുമ്പോൾ അത് ചെതറിപ്പോകുന്നു എന്നുള്ളൊരു ഫീല്. 4-5 ചെറുപ്പക്കാരുടെ കഥയല്ല, അത് അജേഷിന്റെ മാത്രം കഥയാണല്ലോ, പൊന്നുകൊണ്ടിരുന്ന മനുഷ്യന്റെ കഥയാണല്ലോ എന്നൊരു കൂട്ടായ വലിയൊരു ആലോചന വരുമ്പോഴൊക്കെയാണ് അത് മാറുന്നത്. വിലായത് ബുദ്ധയിൽ അതുണ്ടായില്ല. വിലായത് ബുദ്ധയിൽ തന്നെയാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഇരുന്നതുകൊണ്ട് മാത്രമാണ് അതിരുന്നത്. നമുക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് വരുന്നൊരു സംഗതിയാണ് കൂട്ടായ ചിന്ത ഇതിലേക്ക് വരുമ്പോൾ. ഞാൻ അക്കാര്യത്തിൽ ഒരു കടുംപിടുത്തത്തിന് നിൽക്കാത്ത ഒരാളാണ്. കഥ എഴുതുന്ന ആള്
തിരക്കഥാകൃത്താവുമ്പം പോലും ഞാൻ ഈ പുസ്തകം എഴുതുന്ന ഒരു മനുഷ്യനെ ഞാൻ പിന്നെ 100% അയാളുടെ ഇതിലല്ല. ആ തിരക്കഥ എഴുതുന്നത് വേറൊരാളാണ്. അയാൾ കൂട്ടായിട്ടുള്ള വേറൊരു സ്ഥാനത്തിന് വേണ്ടി എഴുതുന്ന ഒരാളാണ്. ഇന്ദുവൻ ചേട്ടൻ തന്നെ തിരക്കഥാകൃത്താവുമ്പോൾ ആവുമ്പോഴും വേറൊരാളാണല്ലോ. നമ്മൾ കൂടെ ചിലപ്പോൾ ഒരാൾ കാണും, വേറൊരാളാണല്ലോ, വേറെ തരത്തിലാണ്, വേറൊരു ഡയമെൻഷൻ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് സംവിധായകന്റെ കാഴ്ചയുമായി ഒക്കെ ചേർന്ന് നിൽക്കുകയും അദ്ദേഹത്തിന്റെ ചിന്താഗതികളുമായൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. അതൊരു കൂടിയാലോചന വരിക ചെയ്യുന്നത്. കാഴ്ച അദ്ദേഹത്തിൻ്റെതാണ്. ഞാൻ ആ സമയം എപ്പോഴും കൂടെ ചെന്ന് കാണത്തില്ല പരിസരത്ത്. അദ്ദേഹം കാണേണ്ട കാഴ്ച അദ്ദേഹം പഠിച്ച് തറവായി ആണ് ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വരേണ്ടത്. അവിടെ നമ്മൾ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ടീച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾ ഏകപക്ഷീയമായിട്ടല്ല. ഇങ്ങോട്ടുള്ള പല പല ചോദ്യങ്ങൾ വരും, നമുക്കാവുന്നത്ര മറുപടി പറയും, അവർ നമ്മളെ തിരുത്തുകയും ഈ കാഴ്ചയ്ക്ക് അനുസൃതമായി നമ്മളെ തിരുത്തുകയും ചെയ്യുന്ന പ്രോസസ്സ് അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്തൊരു കടുംപിടുത്തത്തിനേക്കല്ല നമ്മൾ കൊണ്ട് ബുക്കായിട്ട് നിൽപ്പുണ്ട്. അത് എൻ്റെ ഏകാന്തമായ ഇതാണ്. അതിൻ്റെ അകത്ത് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നീട്. അപ്പം ആ എഴുതുന്ന ആള് ഈ ബുക്കിനെ കാണുന്ന വേറെ കാഴ്ചയില്ല. പിന്നെ ടെക്സ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതൊരു വലിയ പ്രയോജനമായിട്ട് ഈ പൊന്മാൻ സിനിമയാകുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട്. കാര്യം ഏത് സമയത്തും നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു, കഥയുടെ കാമ്പിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന് ചോദ്യ സമയങ്ങളിലെല്ലാം ഈ ബുക്ക് എടുത്ത് മറച്ചു നോക്കുക. ബേസിലൊക്കെ എത്രയോ സമയങ്ങളിൽ ഈ ബുക്കുമായിട്ട് ഈ ചെളികൾ പുരണ്ട പുസ്തകമാണ് ഞാൻ ഇത് കാണുന്ന ഈ സാധനം. അതെനിക്ക് ഈ നമ്മുടെ സിനിമയോടുള്ള ആൾക്കാരുടെ അർപ്പണത്തിനൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോഴെൻ്റെ കോറിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ തന്നെ ആയിരുന്നു. കാര്യം ഞാൻ ഈ ഫീൽ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ സിനിമയിലേക്ക് വരുന്നത്. ആ ഫീലിൽ നിന്ന് മാറുന്നുണ്ട്. അതിന് ഇങ്ങനെ എഴുതി വെച്ചൊരു ടെക്സ്റ്റ് ഗുണമായിട്ട് ഇതുണ്ട്. അല്ലാതെയും വലിയ ഗ്രേറ്റ് സിനിമകൾ ഉണ്ടാകുന്ന അതല്ല പറഞ്ഞ, ഇത് ചില ഘട്ടത്തിൽ അത് ഗുണമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. പൊന്മാനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഈ പൊന്മാന്റെ ഒരു മേക്കിംഗ് ഉണ്ട്. അതായത് ഈ കാലഘട്ടത്തിൽ പല സിനിമാ ഭാഷകൾ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സിനിമയുടെ ഭാഷ ഓരോ രീതിയിലായിരിക്കും. പക്ഷെ ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റിന് നമ്മൾ കൽപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. 90 മുതലൊക്കെ വന്നപ്പോൾ പലതരത്തിൽ നമ്മൾ പല കാലഘട്ടത്തിലും ന്യൂജൻ സിനിമാസിനെ മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിൽ ചെളി കൊണ്ടുവന്ന് പറയും പോലെ ആ നടപ്പുണ്ടല്ലോ, ആ കടപ്പുറത്തൊക്കെ നടന്നാണ് ഇന്ദുവൻ ചേട്ടൻ അത് ഉണ്ടാക്കിയത്. പക്ഷെ ആ സിനിമ നടക്കുന്ന സമയത്തും അതിനൊപ്പം നടന്നു ഇന്ദുവൻ ചേട്ടൻ. ആ പ്രോസസ്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അതിൻ്റെ ഒരു മോണിറ്ററിംഗ് അല്ല, അതിന്റെ ഉള്ളിലായിരുന്നു. ഉള്ളിലായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ ചേറും ചെളിയും ഒക്കെ പുരണ്ടിട്ടുണ്ട്. സിനിമയുടെ ആ അധ്വാനത്തിന്റെ ഇല്ലെങ്കിൽ അവിടെയും വിയർത്തിട്ടുണ്ട്. ഇതൊക്കെ ആ സിനിമയ്ക്ക് ഗുണകരമായിട്ടുണ്ട്. അത് കമേഴ്സ്യലൈസേഷന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. ഒരു ക്രിയേറ്റിവിറ്റി എന്നുള്ള അർത്ഥത്തിൽ, ആർട്ട് എന്നുള്ള അർത്ഥത്തിൽ ഈ ആർട്ട് ഇങ്ങനെ തന്നെയല്ലേ സംഭവിക്കേണ്ടത്? അത് ഡിപ്പെൻഡ്സ്. എനിക്ക് തോന്നുന്നു അത് ഓരോ സംവിധായകനും ഒരു തരം ഇതുണ്ട്. ഓരോരുത്തർക്കും ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പം എല്ലാ എഴുത്തുകാരും ഒരേ കണക്കല്ല എന്ന് പറഞ്ഞാൽ ഓരോ സംവിധായകനും അത് കൺസീവ് ചെയ്യുന്ന പല തരത്തിലാണ്. ഈ ജ്യോതിഷിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അദ്ദേഹത്തിന് ഈ റൈറ്ററുടെ അദ്ദേഹം റൈറ്റർ എഴുതുന്ന വരികൾ മാത്രമായിരിക്കും അതിൻ്റെ അടുത്ത് വരേണ്ടത്. ആ റൈറ്റർക്കാണ് അതിൻ്റെ കോർ അറിയാവുന്ന. അതിൻ്റെ അടുത്ത് ഒറ്റ സംഭാഷണത്തിൽ പോലും ചെറിയ വ്യത്യാസങ്ങൾ പാടില്ല എന്ന ഒരു പിടിവാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവിടെ ഉള്ള ഇംപ്രവൈസേഷനിൽ അദ്ദേഹം ചില സംവിധായകരെ സംബന്ധിച്ചിടത്തോളം ഇംപ്രവൈസേഷനിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ കോർ അവർ അങ്ങനെ തന്നെ സൂക്ഷിച്ചേക്കാം. വിലായത് ബുദ്ധയിലൊക്കെ ചെറിയ നിലയിലൊക്കെ ഇപ്പം എല്ലാ സമയത്തും ഞാൻ അവിടെ ഇല്ല പോയ സമയത്തൊക്കെ ചെറിയ ഇംപ്രവൈസേഷനും പിന്നെ ജയനും ടീമും അതിൻ്റെ തിരക്കഥാകൃത്ത് രാജേഷുണ്ട് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സംഗതികൾക്ക് പക്ഷെ കോർ അവർ വിടത്തില്ല. അപ്പം അങ്ങനെ പല മട്ടിൽ ഇതുണ്ട്. ചിലപ്പോൾ ആ കോറിൽ ചില ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർ ചിലർ ഇതിലുണ്ടാവാം. അവർക്ക് സംഭാഷണം എഴുതി കിട്ടിയാൽ മതി. തിരക്കഥയിൽ അവർ ഈ കൺസ്ട്രക്ഷൻ്റെ മാതൃകയിൽ തന്നെ അവർ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്ന കണക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടു പോകുന്നവരുണ്ടാവും. നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ആർട്ടിസ്റ്റുകളാണോ അതുപോലെ തന്നെയാണ് അവരും വിഭിന്നമായ തരത്തിലുള്ള ആൾക്കാരാണ്. ഇവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു സാധനം ഇതിന് ഇപ്പം ജ്യോതിഷ നിർബന്ധ ബുദ്ധിയായി നിൽക്കുക കേട്ടാ വരണം, അല്ലാതെ സാധനം ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ സാധനം ഇത്രയും ഭാഗം എഴുതി തരണം എന്നൊരു സാധനം പറയും. അല്ലെങ്കിൽ ഞാൻ അവിടെ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ട്, അപ്പോൾ ഇങ്ങനൊരു സംഗതി ഇപ്പം ഷൂട്ട് ചെയ്യാൻ പോകുന്നു, നമുക്ക് അവിടെ ഒരു സംഭാഷണം ഇത് വരണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്ത് ആ കുഴിയിൽ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് നീ പിന്നെ എന്നെ കൊന്നു കുഴിച്ചിട്ട് അതിലൊരു പിന്നെ ചുടറത്തെങ്ങും വെച്ചാൽ അതിന് പൊടിപ്പ് വന്നൊന്ന് ഉറപ്പാക്കിയിട്ടേ നീ പോ, ഇല്ലെങ്കിൽ ഞാൻ കുഴിയിൽ നിന്ന് കയറി വരുവിടാ എന്ന് പറയുന്ന ഡയലോഗ് നമ്മുടെ ഒരു സ്പാർക്ക് ഒരു സെക്കൻഡിൻ്റെ ഒരു സ്പാർക്കിൽ ഇങ്ങനൊരു സാധനം ഷൂട്ട് ഇവിടെ ഒരു ഡയലോഗ് വേണം എന്ന് ബേസിൽ വിളിച്ച് പറയുകയാണ് ചേട്ടാ ഇത് കാരണം.
ജോഷ്യം വിളിച്ചു ചേട്ടാ അതിന് പെട്ടെന്നൊരു സാധനം പെട്ടെന്ന് സ്പാർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ അത് വരണമെന്നില്ല, എത്ര നാളിരുന്നാലും ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ എന്ന് പറയുന്ന കണക്കാ നമ്മളോട് നമ്മൾ വാണ്ട് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ പരിമിതിയിലും നമ്മുടെ കപ്പാസിറ്റിയിലും നിന്നുകൊണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ജൈനുമൊക്കെ അത് കൃത്യമായി ഇപ്പം നമ്മളിപ്പോൾ അവസാനം എടുത്ത ഡയലോഗ്സിൻ്റെ അതൊക്കെയും ഡയലോഗ്സ് നമുക്ക് ഇവിടെ ഒരു ഡയലോഗ് വേണം, ഇവിടെ ഒരു സംഗതി വേണം എന്ന് കൃത്യമായിട്ട് അവരൊക്കെ നമ്മളടുത്ത് ചോദിച്ച് വാങ്ങിച്ചെടുക്കുന്ന ഇതുണ്ട്. എത്ര കണ്ട് നമ്മൾ ആ പ്രതീക്ഷയോടൊപ്പം ഉയർന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ അത് ആ ഒരു പ്രോസസ്സാണ്. അത് പ്രോസസ്സ് കൃത്യമായി നടക്കണം. അത് ഈ പുതിയ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ആണ് അവരൊരു ജീവിതം ഹോമിച്ച പോലല്ലേ അവർ ഇത്രയും കാലം ഒപ്പം നിൽക്കുന്നത് ഈ ഒരു പ്രോജക്റ്റിന്. അതിനകത്ത് അവർക്ക് സമർപ്പണം കുറെ കൂടെ കൂടുതലാണ് അവരുടെ. അതിന്റെ ഗുണങ്ങളും അതിനകത്തുണ്ട്. ഇടയ്ക്കൊന്ന് ചോദിക്കാം, ഈ അതിലെ സ്റ്റെഫിഗ്രാഫ്, ഈ സ്റ്റെഫിഗ്രാഫിന്റെ ക്യാരക്ടർ, സ്റ്റെഫിഗ്രാഫ് എന്ന പേര് വേറൊരു ചർച്ചയാണ്. പക്ഷേ ആ ക്യാരക്ടർ നമ്മൾക്ക് അത് പലതരത്തിലാണ് നമ്മൾ ചിന്തിക്കുക. നാട്ടിൻപുറത്ത് നമ്മൾ ഇതേപോലെയൊക്കെ ഒരുപാട് പേരെ കാണുമ്പോഴും ഈ സിനിമയിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിന്റെ ശരി തെറ്റുകൾ, അത് നീതിയാണോ, അയാൾ ചെയ്തത് തേപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻസ് വരും. അത് നല്ലതാണ്. പക്ഷെ എങ്കിലും ഈ സിനിമയുടെ ക്യാരക്ടേഴ്സിന് ഒരു ഭാഷയുണ്ട്. സിനിമയുടെ ക്യാരക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. നാട്ടിൻപുറത്ത് നമുക്ക് നേരിട്ട് പിടിച്ചിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റില്ല. ഈ ഒരു പ്രോസസ്സിൽ എവിടെയാണ് ഇന്ദുവൻ ചേട്ടൻ്റെ ഒരു സ്ട്രെയിൻ അനുഭവപ്പെട്ടിട്ടുള്ളത്? നമ്മുടെ നോവലിലെ കഥാപാത്രങ്ങളെ നമ്മൾ ആഘോഷിക്കും, അത് നമ്മൾ കണ്ടാൽ നമ്മൾ ഓക്കെയാണ്. കാരണം എഴുത്തുകാരൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷെ സിനിമാക്കാർ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് വന്നിട്ടില്ല. കാരണം വെച്ചാൽ എൻ്റെ കഥയിലോ അല്ലെങ്കിൽ നോവലിലോ അച്ചടിച്ചു വന്ന ചെറുകഥകളിലോ ഒക്കെ പിന്നീട് പുസ്തകമായിട്ട് വരുമ്പോൾ അതിൻ്റെ കോറ് ഈ മനുഷ്യരുടെ ഒരു സാധാരണത്വം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള അവരുടെ ഡൗൺ ടു എർത്ത് ആയിരിക്കുന്ന പ്രകൃതം തന്നെയാണ്. അതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് വരേണ്ടതായിട്ട് വന്നിട്ടില്ല കാര്യമായി. പക്ഷെ ഈ പറയുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം ഇപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്നത് ഒന്നും ആ കഥാപാത്രത്തിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സാ. അയാൾക്കത് ഉണ്ടാവണമെന്നൊന്നുമില്ല. ആ ഉണ്ടാകാതെ ഇരിക്കുന്നതായിരിക്കും അയാളുടെ ആ സിനിമയിലെ സ്റ്റാൻഡ്. അപ്പൊ എന്ന് വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാം കണ്ടും കഥാപാത്ര രൂപകൽപ്പനകളിലും അതിൻ്റെ സഞ്ചാരത്തിലും ഓരോ നാട്ടുകാരും എന്ത് പറയുന്നു എന്ന് വിചാരിച്ചിട്ടല്ല. അയാൾ സ്വതേ ആ പ്രകൃതത്തിൽ ആ പിന്നെ പരിസരത്ത് എങ്ങനെ പ്രതികരിക്കും, ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സംഭാഷണം. അതിൽ നമ്മൾ പിന്നെ എല്ലാവരെയും നമുക്ക് ഇത് ചെയ്തിട്ട് ഇപ്പം അത് ഒഫൻഡിങ് ആയി. ഇപ്പം ഞാൻ ഉദാഹരണത്തിന് അതിൽ ആ പെൺകുട്ടി പിന്നെ നീ ഇത് ചെയ്യുമെന്ന് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. അപ്പോൾ അത് കൊല്ലക്കാരെ സംബന്ധിച്ച് അതൊരു ചെറിയ മോശമായ ഒരു സംഗതിയല്ല. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ആകെ വന്ന ഒരു സാധനം. പക്ഷെ 1-2 ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, അത് എല്ലാം നല്ല സിനിമയാണ്, അത് ആ ഒരു സംഭാഷണം മാത്രം ഒന്ന് പറയിപ്പിക്കാതിരിക്കണമായിരുന്നു എന്ന് ചോദിക്കുന്നൊരു സാധനമുണ്ട്. അപ്പം അത് നമ്മൾ പറഞ്ഞില്ലേ, ഇതൊരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്നൊരു ഒരു പല ആൾക്കാർ ചേർന്ന കലയും കച്ചവടവും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കി വെക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതിനെ നമുക്ക് ഇൻഡിവിജ്വലി സമീപിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാന ഇത്. കഥ അല്ലെങ്കിൽ നോവലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇൻഡിവിജ്വലാണ്. നമ്മൾ വേറൊരു ഇൻഡിവിജ്വലിൻ്റെ അടുത്തേക്ക് അങ്ങനെ അതിൻ്റെ സംവേദനം സാധ്യമാവും. അങ്ങനെ ഉള്ളൂ. അപ്പം അത് ഇതിൻ്റെ അങ്ങനല്ലല്ലോ. അപ്പം നമ്മൾ 4 പേര് ഒരു വീട്ടിൽ നിന്ന് 4 പേര് ഒരു സിനിമ കാണും. ഒരു ജെൻഡറിലുള്ള ആളല്ല അടുത്ത ആള്, അതേ പ്രായത്തിലുള്ളവരല്ല 2 കുട്ടികൾ. ഇത് അപ്പം അവിടെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇവർ ഈ സിനിമ കാണാൻ പോണോ വേണ്ടയോ, ഇത് എന്ന് പറഞ്ഞാൽ തന്നെ കോൺഫ്ലിക്റ്റാ. അവിടെ നിന്ന് തുടങ്ങുക. അതേപോലെ തന്നെ ഈ എഴുത്തിൻ്റെ ഒരു പെയിനെ കുറിച്ച് പറയുന്ന സമയത്ത്, എഴുത്ത് കുറച്ചൊരു ചില സ്ഥലത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും, ചിലപ്പോൾ എളുപ്പത്തിൽ മുമ്പോട്ട് പോകുമായിരിക്കും. പക്ഷെ ഈ പെയിൻ എടുത്തിട്ട് നമ്മൾ രണ്ടാമത് തിരുത്തലൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും അവിടെ ഉഴപ്പിപ്പോയെന്ന് നമ്മളിത് ഇറക്കിയതിന് ശേഷം തോന്നുമോ ഇവിടെ ഉഴപ്പിപ്പോയി? നമ്മൾ പല സമയങ്ങളിലും നമുക്കത് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ വീണ്ടും നമ്മൾ ഇരുന്നാൽ വീണ്ടും ആ ടെക്സ്റ്റിന് ഒരു മെച്ചം ഉണ്ടാവും. പിന്നെ എനിക്ക് അത് കൂടിപ്പോയെന്ന് തോന്നിയുണ്ട്, തിരിച്ചുകൊണ്ട് ഓവർ എഡിറ്റഡ് ആയിപ്പോയി എന്ന് തോന്നിയ സാധനമുണ്ട്. എന്ന് വെച്ചാൽ അതിനൊരു കാമ്പും ഇതും ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാധനം,
ഇത് കേൾക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം ഇതെല്ലാം അയാൾക്ക് വേണ്ടതാണ്. അങ്ങനല്ല. ഈ സംഗതികളിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പൊടി രസങ്ങളോ പറയുന്നത് ചിലത് കാര്യമുണ്ടെന്നോ, ചിലത് ഇയാൾ ബുദ്ധിശൂന്യമായ കാര്യമാണ് പറയുന്നത് എന്ന തോന്നലുകളും എല്ലാം കൂടെ ചേരുന്നതാണ് അയാളുടെ രസം. ഞാനെല്ലാം ഇയാൾ ബുദ്ധിപരമായ കാര്യങ്ങളാണല്ലോ, ഭയങ്കര ഇതാണ്, അങ്ങനെയാണ് പിന്നെ സാരോപദേശം വാങ്ങിച്ച് വേറെ ഏതെങ്കിലും ബുദ്ധി വാങ്ങിച്ചാൽ പോരെ. അങ്ങനെയല്ല. ഇയാൾ എന്ത് സാധനമാണ് ഇത് പറയുന്നത് എന്നുള്ള റിജക്ഷനും കൂടെ ചേർത്തിട്ടാണ് അയാൾ അതിരുന്ന് കാണുന്നത്. അപ്പൊ എന്ന് പറയുന്നതൊക്കെയാണ് അത്. എന്ന് പറയുന്നൊക്കെ നമ്മളെ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. വായനക്കാർ വരുന്ന ആൾക്കാരിൽ വായന ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. നമ്മൾ ഇഷ്ടപ്പെട്ടില്ല, അതിനകത്ത് നമ്മൾ ഇത് കുറഞ്ഞു പോയെന്ന് വിചാരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷയെ കടത്തി ഭേദിച്ചുകൊണ്ട് ഈ പുസ്തകം പിന്നെ വളരെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതുണ്ടാകാം. അപ്പം അതിനൊന്നും നമുക്കൊരു ഇത് ചെയ്യാൻ ഒക്കത്തില്ല. മെഷീൻ വർക്കിൽ കൂടെ ഒരു സംഗതി ഉണ്ടാക്കി വയ്ക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ എല്ലാ കുറ്റവും കുറവുകളും ചേർന്നുകൊണ്ട് മാത്രമേ എല്ലാ കലാസൃഷ്ടികളും എല്ലാ മനുഷ്യരും ഉള്ളതാണ്. അത് ഈ കാഴ്ച കാണുന്നവർക്കും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് പല കുഴപ്പങ്ങളും ഇതുപോലുള്ള മനുഷ്യരുടെ വേദനകളും മറ്റു സാധനങ്ങളും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്കൊരു താതാത്മ്യം തോന്നുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഈ ഉടുപ്പും കോട്ടും ഈ ഇതൊക്കെ ഇട്ട് ഓരോ സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് നമ്മൾ മഹാനാണ് എന്നുള്ള മട്ടിൽ ചെന്നിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ശൂന്യതകളെക്കുറിച്ച് നമുക്കറിയാം. അത് ഒരാൾ വേറൊരു സ്ഥലത്തേക്ക് എടുത്തു വെക്കുന്നത് കാണുമ്പോഴത്തേക്കുള്ള ഈ ശൂന്യതയും അതുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. അപ്പോഴാണ് ആർട്ട് എൻ്റെ സംവേദനം നടക്കുന്നത്. അപ്പോഴാണ് അതിൽ കറക്റ്റായിട്ടാണല്ലോ എടുത്തു വെച്ചിരിക്കുന്നത് എന്നൊരാൾ പറയുന്നൊരു സാധനം. ഈ മനോരമയിൽ നിൽക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതല്ല നമ്മുടെ വഴി, ഇല്ലെങ്കിൽ മറ്റൊരു വഴിയിലേക്ക് നമുക്ക് പോകണമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ളൊരു സംവിധാനത്തിലേക്ക് തിരിച്ചു കയറാനും പാടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയത് ഇന്ദുഗോപൻ ചേട്ടൻ സ്വന്തം എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അനുഭവിച്ചും അതിനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ആ പ്രോസസ്സിനെ ആസ്വദിക്കുന്നുണ്ട്. പ്രോസസ്സിനെ ഒരു ഏരിയൽ വ്യൂവിൽ നിന്ന് ഇന്ദുഗോപൻ ചേട്ടൻ തന്നെ പലപ്പോഴും നോക്കിക്കാണുന്നത് ഞാൻ കാണാറുണ്ട്. അതൊരു രസമുള്ളൊരു അനുഭവമാണ്, ഒരു സുഖമുള്ളൊരു പരിപാടിയാണ്. ഈ വിചാരിക്കുന്നത് പോലെ അത് സുഖമുള്ള ഒരു പരിപാടിയാണോ? എന്തറിയാ, നമ്മളിപ്പോൾ രസം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു പ്രോസസ്സ് തീർന്ന് കുറച്ച് നേരമേ ഉള്ളൂ. അതിൻ്റെ ഭയങ്കര ദുരിതം നമ്മളിപ്പം ഒരു പിന്നെ ശബരിമലയിൽ പമ്പയിൽ നിന്ന് പിന്നെ ഇതുമായിട്ട് 200 കിലോ പഞ്ചാരയായിട്ട് പോകുന്ന കഴുത അവിടെ ചെന്നിട്ട് ഇത് ഇറക്കി വെക്കുമ്പോൾ തോന്നുന്ന ഒരു 2 മിനിറ്റ് നേരത്തേക്കുള്ളൊരു സുഖമുണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്ക് മുതലാളിയെ അടുത്ത 200 കിലോ എടുത്ത് വെക്കുമ്പോൾ ഇത് തീരും. മനസ്സിലായോ എന്ന് പറയുന്നതൊക്കെ ഇതുള്ളൂ. പക്ഷെ അത് കിട്ടാൻ വേണ്ടിയുള്ള ചെറിയ ഹൈയാ. ഒരാള് ഓരോരുത്തർ പിള്ളേർ ഓരോ വേറെ അനധികൃതവും അൺഹെൽത്തി ആയിട്ടുള്ള ഹൈകളിലേക്ക് പോയി പിടിക്കുന്ന എന്താ? ഈ 2 മിനിറ്റ് നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരത്തെ ആരോ എടുത്തുമ്പോൾ ഒരാൾ പറയുന്ന കുഴപ്പമില്ല, ഇത് വേറെ തന്നെ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും വീഴുക. ഇതാകുമ്പോൾ ആ പ്രശ്നം തീർക്കണമല്ലോ, അടുത്ത സാധനം എടുക്കുന്നു, അടുത്ത ഐഡിയ വന്ന് നമ്മുടെ തലയിൽ ഇരുന്ന് ഹലോ അടുത്ത പരിപാടി തുടങ്ങണ്ടേ എന്ന് പറയുന്നു. വീണ്ടും അടുത്ത ദുരിതമായിട്ട് വന്നിരിക്കും എന്ന് നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനുള്ള നേരം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ പറയുന്നു. അപ്പം അതിൻ്റെ അപ്പുറത്തേക്കുള്ള വേറെ ഐഡിയ എന്ന് പറയാം, ഇത് തീർത്തിട്ട് വേണം നമ്മുടെ ആശാനെ നമുക്ക് മറ്റേതായിട്ട് ഇരിക്കേണ്ടത്. അപ്പം പിന്നെ നമ്മൾ ഈ പറയുന്ന കണക്ക് നമ്മൾക്ക് ആവശ്യക്കാർ വരുന്നു, മറ്റേ കണ്ടന്റ് നമുക്കൊന്ന് സിനിമയാക്കിയാൽ എന്താ എന്ന് ചോദിച്ചിട്ട് വേറെ ഇത് ആൾക്കാർ വരുന്നു. അപ്പം നമ്മൾ പറയും അത് സിനിമയാക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന്. അല്ലല്ല, അതിന് ഇന്ന സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഉത്സാഹമായിട്ട് നമ്മുടെ പിന്നാലെ അപ്പം ഇതെങ്ങനെ വരുന്ന ഒരു പ്രോസസ്സായത്. അപ്പം നമ്മൾ പക്ഷെ നമുക്ക് നമ്മുടെ ഒരു എക്സ്പേർട്ടൈസ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഇത് ഇത്രയും കാലം നമ്മൾ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്ടൈസ് അതിൻ്റെ അകത്തുണ്ട്. ആ എക്സ്പേർട്ടൈസിൽ നമുക്ക് അതിനെ ഒരുപാടൊന്നും തകർന്നു വീഴാതിരിക്കാനും അതിന് നമുക്കൊരു രസം അനുഭവിക്കാനായിട്ടും, സത്യത്തിൽ രസം അനുഭവിക്കുന്ന ഈ കഥാപാത്രങ്ങളുടെ പിന്നെ അതിനെ ഒന്ന് തിടമ്പിപ്പിക്കാൻ വേണ്ടിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള വിലായത്ത് ബുദ്ധയുടെ ഒക്കെ പുറകെയുള്ള യാത്രകളാണ് സത്യത്തിൽ രസം. ഈ കഥാപാത്രം ഇപ്പം ഈ കഞ്ചാവ് തോട്ടക്കാരൻ്റെ തോട്ടത്തിൽ അയാൾ ജീവിച്ചത് എങ്ങനെ, അത് നമുക്കൊന്ന് എഴുതണം ചെയ്തില്ല. ആദ്യ കേൾവിയുണ്ടല്ലോ, അതൊരു അപാരമായ ഇതാണ്, അപാരമായ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസാണ്. അപ്പം നമുക്ക് ഈ റീഡറിൻ്റെ അടുത്തും ഈ കാഴ്ചക്കാരൻ്റെ അടുത്തും നമുക്ക് അസൂയ തോന്നും. എന്തുവാ, അവന് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് അവൻ കേൾക്കുന്ന കാര്യം എന്താ, ഇത് ഞാൻ സെക്കൻഡ് വേർഷനിലേക്ക് ഞാൻ എഴുതുമ്പോഴത്തേക്ക് എൻ്റെ കലർപ്പുകളും എൻ്റെ കഴിവില്ലായ്മകളും കലർന്നു കഴിയും. നമ്മൾ ഞാൻ അതിനേക്കാൾ രസമായിട്ട് ഇത് ചെയ്തു. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് വളരെ
വിചിത്രമായ ചില മനസ്സംതൃപ്തികളാണ് അതിൻ്റെ അകത്തുള്ളത്. ഒരു ഡോക്യുമെന്ററി പോലെ ആ, അതെ, എടുത്തിട്ട് അതെ, അതിനെ അതെ, കഥയാക്കി അതെ, നമുക്ക് തരികയാണ് അതെ, ചെയ്യണേ. ആ പ്രോസസ്സിനെ ഇന്ദോപൻ ചേട്ടൻ തന്നെ ആസ്വദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അതിന് ആസ്വാദനം ഇതാണ്. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇത് തന്നെ ഒരു മല കയറ്റി എന്താണ് നാറാണത്തിൽ വന്നാൽ ഈ പിന്നെ ഒരു കല്ലെടുത്തിട്ട് അവിടെ കൊണ്ട് കയറിയിട്ട് ഇത് താഴെ ഇടുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇത് താഴെ വീണത് താഴെ വരെ എത്തുന്നതിന് വരെയുള്ള ഒരു തൃപ്തിയാണ് എല്ലാ മനുഷ്യരുടെയും ഒരു ഇത്. അങ്ങനെയൊക്കെ ഈ മനുഷ്യ ജീവിതത്തിൽ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സുദീർഘമായ തൃപ്തി അല്ലെങ്കിൽ സംതൃപ്തി എന്നൊക്കെ പറയുന്നത് പിന്നെ അങ്ങനെയുള്ളവർ വളരുന്നില്ല. ഇപ്പൊ എഴുത്തിന്റെ സ്റ്റൈല് പറയുന്ന സമയത്ത് ഇപ്പൊ എഴുതാൻ വേണ്ടി ട്രെയിനിലിരിക്കുക, ഇപ്പൊ വീട്ടില് ഇപ്പൊ ചൂടുള്ള സ്ഥലത്ത് ഡോക്യുമെന്ററിയിൽ ഈ അടുത്ത് വന്ന ഡോക്യുമെന്ററിയിൽ മുരളി എന്ന് പറയുന്ന പയ്യൻ ചെയ്ത ഡോക്യുമെന്ററിയിൽ ഞാൻ കണ്ടത് ചൂടുള്ള സ്ഥലത്ത് ഇരിക്കുന്നതിനൊരു സുഖം. AC വെക്കാൻ പറ്റും, പക്ഷേ AC വെക്കണോ എന്ന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്. ഇതൊക്കെ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലുള്ളൊരു ലഹരി, അത്തരം ഒരു ലഹരി ഇപ്പോഴും ഉള്ളിലുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു റിസർച്ചറാണ് കൂടുതലുള്ളത്. അപ്പം ഐസ് എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ഇതിൻ്റെ പിന്നിലും ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് പോവാന്ന് പറയുന്നത് ചിലപ്പോൾ ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അന്വേഷിച്ച് ബോധ്യപ്പെടുത്തൽ എന്ന് പറയുന്നത് സത്യത്തിൽ ഫിക്ഷൻ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ അന്വേഷിച്ച് ബോധ്യപ്പെടുത്തുന്നത്? അത് അന്വേഷിച്ച് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ പ്രധാന കാര്യം വെച്ചാൽ നമ്മൾ ആദ്യം ഇതൊരു ഫ്ലൈറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു കഥയുടെ ത്രെഡ് നമുക്ക് കിട്ടി. ഈ ത്രെഡ് ഒരുപാട് കഥാപാത്രങ്ങൾ ത്രെഡ് കിട്ടി എന്ന് വെച്ചാൽ നമുക്കൊരു വിമാനം കിട്ടി. ഈ വിമാനമാണ് ഇതിൻ്റെ വെഹിക്കിൾ. ഓക്കെ, നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആൾക്കാരെ കയറ്റി, കഥാപാത്രങ്ങളെ കയറ്റി, യാത്രക്കാരെ കയറ്റുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആ കമ്പനിയെ സംബന്ധിച്ചും പിന്നെ അതിൻ്റെ ക്യാപ്റ്റനെ സംബന്ധിച്ചും ഉത്തരവാദിത്വമായി. ഇത് കൃത്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് ഇറക്കണം. ഈ പ്ലെയിൻ തന്നെത്താൻ പോകത്തുമില്ലല്ലോ. അപ്പോൾ ഈ വെഹിക്കിൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ്, അതിൻ്റെ എയറോഡൈനാമിക്സ് എന്ന് പറയുന്നൊരു സംഗതി ഇത് വളരെ പ്രധാനമാണ്. അപ്പം അതിലേക്ക് വേണ്ടി പിന്നെ നമ്മൾ എടുക്കുന്നതായ ചില പെയിൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞപ്പം എങ്ങനെയാണ് ഇപ്പം ഈ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ഇത് കൃത്യസമയത്ത് ഇതിൻ്റെ പിന്നെ എയർ കയറാനായിട്ട് ഇത് വിരിയണം, ചിറക് വിരിയണം, മറ്റേ സാധനം വിളിച്ചാൽ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് മേശപ്പുറത്തിരുന്ന് നമ്മളിരുന്ന് ഈ കഥാപാത്രങ്ങളെ ആവാഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് ബാക്കിയുള്ള എൻ്റെ എല്ലാ തലവേദനകളും മാറ്റി വെച്ച് എൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാനിതൊരു പ്രോസസ്സാണെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് ഇരിക്കുന്നൊരു പ്രോസസ്സുണ്ട്. ഇതല്ലാതെ പിന്നെ നമ്മൾ സ്വിച്ച് ഇട്ടാൽ പോലെ വരുന്ന ഒരു സംഗതിയല്ല. ഈ കോൺസെൻട്രേഷനാണ് പ്രധാനം. കോൺസെൻട്രേഷനാണ് പ്രധാനം. അത് നമുക്ക് ഇരുന്നേ പറ്റും. ഇതിപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ ചിലപ്പം അര പേജായിരിക്കും ചിലപ്പോൾ എഴുതാൻ പറ്റുന്നത്. അര പേജ് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഞാനീ പറഞ്ഞത് ഇപ്പം നമ്മളിപ്പം AC ഇട്ട് സുഖസന്ധ കട്ടിൽ ഇട്ട് സുഖസന്ധമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കമേ നടക്കത്തില്ല. ഇത് അലസതയിൽ നിന്ന് ഉരുവാകുന്ന ഒരു ഉദ്യോഗമാണ് ഈ എഴുത്തെന്ന് പറയുന്നത്. അലസത അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്നാൽ നമുക്കിതിനെ പിന്നെ ലംഘിച്ചുകൊണ്ട് മാത്രമേ എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനും പറ്റും. ഈ ഒരു സംഘർഷം ഭയങ്കരമായിട്ട് വരും. വീട്ടിൽ നമ്മളിത് വേണ്ട, നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ വീട് നമ്മുടെ സ്വസ്ഥമായ സ്ഥലമാണ്. AC കൂടെ ഫിറ്റ് ചെയ്ത് എഴുത്ത് സാധനം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉറക്കമേ നടക്കത്തു. അതേസമയം നമ്മളിപ്പം പിന്നെ ട്രെയിനിൻ്റെ അകത്താണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനിൻ്റെ അകത്താണെങ്കിൽ കുറേ ജോലികൾ നടക്കും. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഏറ്റവും നല്ല സൗകര്യത്തിലേ നമ്മൾ ഇരിക്കത്തുള്ളൂ. അതിൽ AC ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ AC സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സൗകര്യത്തിനകത്ത് AC ഉണ്ടാവും, ഇരിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എറണാകുളത്തും തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ പിന്നെ ആ കൂപ്പയ്ക്കകത്തുള്ള ബഹളങ്ങളോ ഇതോ കുറവായിരിക്കും. എനിക്കത് വീട്ടിൽ ഒരാഴ്ച ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിലപ്പോൾ എനിക്ക് 2-3 മണിക്കൂറുള്ള ലെവൽ ഓഫ് കോൺസെൻട്രേഷന് കൂടുതൽ കിട്ടും ചിലപ്പോൾ. അപ്പം അതെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു സഞ്ചാരമായിരുന്നു. അതിങ്ങനെ നമ്മളിങ്ങനെ വെപ്രാളപ്പെട്ട് അതെവിടെ ഉണ്ട്, മുകളിലിരുന്ന് പറ്റുന്നില്ല, താഴെ ഇറങ്ങിയിരിക്കും. ഇത് ഐഡിയ എന്ന് പറയുന്നൊരു സാധനത്തിന് അങ്ങനെ ഒരു വലിയ കുഴപ്പമുണ്ട്. ഈ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ പ്രോലിഫിക് റൈറ്റേഴ്സിൻ്റെ ഒരു വലിയ ശാപമെന്ന് ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയത്തില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന കണക്കുള്ള ഈ മുട്ടയിടുന്നത് കണക്കിങ്ങനെ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം 2 ദിവസം കഴിഞ്ഞ് മുട്ടയിടാമെന്ന് വിചാരിക്കാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായില്ലേ? പറ്റത്തില്ല. അപ്പം അടുത്ത ഇത് വന്നിട്ട് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതൊരു ഹാൻഡിക്യാപ്പാണ് ഇത്തരം ശ്രേണിയിലുള്ള റൈറ്റേഴ്സിന്. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ ഒരു ഇതെഴുതുന്നു, ഞാനൊരു 5 വർഷം കൊണ്ട് നോവൽ എഴുതാമെന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച്
അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അയാൾക്ക് ഇരുന്ന് വർക്ക് ചെയ്ത് വരിക. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ ഒരു ഒരു ഉൾ പിണറുകൾക്കിടയിലാണ് ഇവർ ഇത്തരം റൈറ്റേഴ്സ് കിടക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പിന്നെ അതിജീവിക്കുക എന്ന് പറയുന്നത്, അതിജീവിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ് ഉണ്ട്. അത് ഈ കഥാപാത്രങ്ങളെ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ, ഈ അവരെ വഴിക്ക് വിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ തലയ്ക്കുള്ളിലുള്ള നമ്മൾ അതുവരെ ചെയ്ത റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ പല വഴികൾ തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷെ ആ പ്രോസസ്സ് അതിന് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ മറുപടി പറയാതെ, റിസർച്ച് എന്ന് പറയുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ ഞാനിപ്പോൾ അടുത്ത കാലത്ത് എഴുതി. അത് മറ്റു തരത്തിലുള്ള ആലോചനകൾ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ പിന്നെ തേനിയിലാണ് ആ കഥാപാത്രം താമസിക്കുന്നത്. അയാൾ വിഭജിച്ചു പോയ AIADMK യോജിപ്പിക്കാനായി ശ്രമിക്കുന്ന അവരുടെ തരത്തിൽ നടക്കുന്ന ഒരു മലയാളിയായ ഒരു യുവാവാണെന്ന് ഇരിക്കട്ടെ. നമ്മൾ ഈ തമിഴ് പൊളിറ്റിക്സ് മൊത്തം നമ്മൾ പഠിക്കണം. തേനിയിലുള്ള ഇത് മൊത്തം നമ്മൾ പഠിക്കേണ്ടത് മാത്രമല്ല, അതിൻ്റെ അകത്തുള്ള അതിലെ മനുഷ്യർ എങ്ങനെ ഇടപെട്ടു എന്ന് പഠിക്കണം. എങ്കിലല്ലേ നമ്മൾ മനുഷ്യരെ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അല്ല നമ്മൾ മറ്റേ ഇതുകൊണ്ടൊക്കെയുള്ള പുസ്തകം വായിച്ചിട്ട് AIADMKയുടെ ചരിത്രം, തമിഴ് ചരിത്രം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിൽ ഓരോ തവണയും ഓരോ മനുഷ്യരെങ്ങനെ ഇടപെട്ടു, അവരെങ്ങനെ മുകളിലേക്ക് കയറി, അവരെങ്ങനെ തകർന്നു വീണുപോയി എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്ന് നമുക്കൊരു സിദ്ധാന്തം കിട്ടിയാലേ ഈ ക്യാരക്ടറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഉറപ്പ് കിട്ടത്തുള്ളൂ. ഇത് കിട്ടി നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആവും. നമ്മളാണ് സ്ട്രോങ് ആവുന്നത്. ക്യാരക്ടർ സ്ട്രോങ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രോങ് ആവുക എന്നുള്ളത്. പിന്നെ അയാളെ വെച്ച് നമുക്ക് എഴുതി പിടിപ്പിക്കാൻ നമുക്ക് വിഷമമില്ല. അയാൾ പറയേണ്ട ഡയലോഗുകൾ പറയേണ്ട സമയത്ത് നമ്മുടെ പേന അല്ലെങ്കിൽ ടൈപ്പിംഗ് തുമ്പിൽ വരും. ഇതിനെടുക്കുന്ന ഒരു സമയം എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറേ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. അത് നമ്മളെ തന്നെ നമ്മളോട് കാണിക്കുന്ന നമുക്കൊരു ആത്മാഭിമാനവും കൂടെ ഉണ്ടല്ലോ. പിന്നീട് വരുന്ന ഒരാൾ പറയരുത് അങ്ങനെ അല്ലായിരുന്നല്ലോ അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഈ ഒരു സാധനം, പൊളിറ്റിക്കലി ഇയാളായൊക്കെ ഇവിടെ ഒരു പിഴവ് വന്നല്ലോ എന്നുള്ളപ്പോൾ 20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് പറയും. കഴിയുന്നത്ര അത് പറയരുത്, അങ്ങനെ കേൾക്കാൻ ഇടയാവരുത് എന്ന് പറഞ്ഞൊരു സംഗതിയും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. ഈ റിസർച്ച് എന്നൊക്കെ പറയുന്നത് അല്ലാതെ അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചാലിച്ച് വെക്കുക എന്നുള്ളതല്ല ചെയ്യുന്നത്. നമ്മളെ ഒന്ന് ബലപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഇത് ഈ കണ്ടന്റിൻ്റെ അകത്തേക്ക് ചോർന്നൊലിക്കുന്ന ഒരു ഇടപാടല്ല ഒരു കഥാകൃത്തിന്റെ ഗവേഷണ പദ്ധതി എന്ന് പറയുന്നത്. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പം നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറ്, നമ്മുടെ തലയൊന്നും വെൽ കോർഡിനേറ്റഡ് ആയിട്ട് എല്ലാ വിഷയങ്ങളും ഒരുപോലെ അല്ല പ്രതികരിക്കുക. നമ്മൾ പലതരത്തിൽ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ വിഷയങ്ങൾ പഠിച്ചെടുക്കുന്നതിനനുസരിച്ച് അതിനകത്തൊരു നീതി നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിൻ്റെ പല പെർസ്പെക്റ്റീവിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു കഥാപാത്രം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ചിലപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്കൊരു അറിവുണ്ടെങ്കിൽ മാത്രമാണ് അയാളുടെ ശരി തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇത് നമ്മൾ ഓരോ ദിവസവും എന്താ പറയാ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പം നമ്മുടെ തലച്ചോറിന്റെ പരിമിതികൾ ഈ ക്യാരക്ടേഴ്സിനും വരും. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് എക്യൂപ്ഡ് ആവണം. ഇപ്പൊ ചേട്ടൻ പലതരത്തില് ടെക്സ്റ്റുകളെ, പത്രങ്ങളെ, വീക്കിലികളെ ഒക്കെ ആശ്രയിച്ചിട്ടാണ് റിസർച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പ്രോസസ്സ് സത്യത്തിൽ ഒരു സയന്റിഫിക് പ്രോസസ്സാണ്. പക്ഷേ ഇത് ഓരോ ദിവസം ഡെവലപ്പ് ചെയ്താൽ ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത് ന്യായമായിട്ട് നാളെ ആൾക്കാർ കരുതുള്ളൂ. ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്രോസസ് കോൺഷ്യസ് ആയി ചെയ്യണ്ടേ? അതേ നമ്മളൊരു കഥാപാത്രത്തിന് വേണ്ടി മാത്രം റിസർച്ച് ചെയ്താൽ മതിയോ? ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ ഒരു കഥയ്ക്കകത്ത് 10 കഥാപാത്രങ്ങളുണ്ടെന്നിരിക്കട്ടെ. ഈ 10 കഥാപാത്രങ്ങളും 10 സ്വഭാവമാണ്. 10 തന്തയും തള്ളയും വളർത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ അവരെല്ലാം ഒരേ കണക്ക് സംസാരിക്കണം, ഒരേ രീതിയിലല്ല. ഒരാൾ അതിക്രൂരമായ രീതിയിലുള്ള പിന്നെ അച്ഛൻ അമ്മയടുത്ത് പെരുമാറുന്ന കണക്കോ അങ്ങനെ പലതരത്തിലുള്ള ഓരോരുത്തരുടെയും ബാല്യമാണല്ലോ ഒരാളുടെ സൈക്കോളജി എന്ന് പറയുന്നത്. ബാല്യം പലതാണ്. എന്നിരിക്കെ ആ സൈക്കോളജിയിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ആ വ്യത്യാസം വരണം. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, നമ്മളിപ്പോൾ തന്നെ കേൾക്കുന്ന ആരെങ്കിലും പുതിയ റൈറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കടന്നു പോകുന്നൊരു കഥാപാത്രമാണെങ്കിൽ പോലും ഇയാളുടെ ബാല്യം എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം എൻ്റെ അകത്ത് ഇയാൾ എവിടെ ജനിച്ചു, ഇയാളുടെ ബാല്യം എന്തായിരുന്നു, ഇയാളുടെ ബാല്യത്തിലെ വേദന എന്തായിരുന്നു, അതിൻ്റെ ഒരു അനുരണനമാണ് സത്യത്തിലുള്ള അടുത്ത ഒരു ലൈഫ്.
അല്ലാതെ എൻ്റെ പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല ഈ 10 കഥാപാത്രങ്ങളും ഇത് ചെയ്യണ്ടേ. എൻ്റെ ധാരണകളെ അല്ല ഈ 10 കഥാപാത്രങ്ങൾക്ക് ഒന്നുണ്ടെങ്കിൽ എന്നിൽ നിന്ന് ആ കഥാപാത്രങ്ങൾ വിടർന്ന് വിഘടിച്ച് അത് സ്വതന്ത്രമായ ഒരു ജീവിതം അത് നേടിക്കഴിഞ്ഞു എന്നുള്ളത് അത് സക്സസ്സാണ്. അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. പല കഥാപാത്രങ്ങളും ഞാൻ സംസാരിക്കുന്നതാണെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വായനക്കാരന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഇത് ജീവിക്കുന്ന ഒരാൾ ഇപ്പം ഞാനിപ്പം ഒരു കഥ എലിവാണോ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയ്ക്ക് അത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കിളികളെ ഓടിക്കുന്ന മനുഷ്യരുണ്ട് ഈ വഴി. അവരുടെ ഭാഷ എൻ്റെ ഭാഷ കണക്കിരുന്ന് എന്ത് ചെയ്യും? അതേസമയം വായിക്കുന്ന പാർട്ടിക്ക് ഇത് മനസ്സിലാവുകയും വേണം ഈ ഭാഷ. കാരണം അയാൾ വായിക്കുന്നവരല്ല ആരാ, എല്ലാം മിഡിൽ ക്ലാസ് ആൾക്കാരാണ് വായിക്കുന്നത്, ഒട്ടുമിക്ക ആൾക്കാർ. അപ്പോൾ ഏകതരം ഭാഷ ആണ് നമ്മൾ സംക്രമിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കഥാപാത്രത്തിൻ്റെ ഭാഷ അതല്ല. അപ്പം നമുക്കത് ഏതാണ്ടൊരു സൂചനയിൽ കൂടെ കടന്നു പോകാനേ പറ്റത്തുള്ളൂ. ചില ഭാഗങ്ങളിൽ ഈ കഥാപാത്രം ഭാഗക്കുന്ന ഭാഷയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടേ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. കാര്യം വായിക്കുന്ന ഗുണഭോക്താവാരാ, വലിയ പ്രശ്നമാണ്. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ആൾക്കാരുടെ ഞാൻ ഇവരെ കുറിച്ച് കേട്ടിട്ടില്ല. ഇവർ വാർത്ത തരാനായിട്ട് വന്നതാണ്. ഞാൻ ഇവരെ വെച്ചൊരു കഥ എഴുതി. പിന്നീട് ഞാൻ ഈ മാഗസിൻ വന്ന സമയത്ത് ഇവർ വേറൊരു വാർത്ത വന്നത് ശരിയായില്ല, അവർക്കൊരു ഗുണവും കിട്ടിയില്ല എന്ന് പറയാനായിട്ട് വന്നപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് എൻ്റെ കഥ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരതിലേക്കൊന്ന് തിരിഞ്ഞു പോലെന്നൊക്കെ സാറേ ആ വാർത്ത ഒന്നും കൂടെ ഒന്ന് കൊടുക്കാക്കൊള്ളാം എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നിടത്താണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ പ്രസക്തി. അവിടെ പക്ഷേ സിനിമ അത്തരം ഘട്ടങ്ങളിൽ സിനിമ വിജയിക്കും. സിനിമ വിജയിക്കില്ല, സിനിമയ്ക്കൊരു പവർ ഉണ്ടെന്ന് വെച്ചാൽ അത് ഏറ്റവും മീൻ ലൈഫിലുള്ള മനുഷ്യർ മുതൽ എല്ലാ തരത്തിലുള്ള തരങ്ങളിലേക്കുള്ള മനുഷ്യരുടെ ഒരു സമുച്ചയം വരുന്നത്. വലിയ ജനാധിപത്യം അവിടെ ഈ സിനിമ എന്ന് പറഞ്ഞ പ്രോസസ്സ് എനിക്ക് തോന്നുന്നു സാഹിത്യത്തെക്കാൾ കൂടുതലുണ്ട്. സാഹിത്യത്തിൽ 70-250 രൂപ ചിലവാക്കി ഒരു പുസ്തകം ഇപ്പം വിലായത് ബുദ്ധ ഇത്രയും പൈസ ചിലവാക്കി രജനീഷ് വായിക്കുന്നുണ്ടെങ്കിൽ വായനയോടൊരു ഇൻട്രസ്റ്റ് എന്നുള്ളതുകൊണ്ടും ഒക്കെയാണ്. ഒരു 70% എന്ന് ഞാൻ പറയാം, ഒരു 70-75% പേർക്കും ആ എക്സ്ട്രാ മണി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ പോയി ഒരു പുസ്തകം വാങ്ങിക്കാനായിട്ട് പറ്റൂ. അല്ലെ പുസ്തകം എപ്പോഴും എൻ്റർടൈനേഴ്സ് അല്ല, അത് പലതരം ജീവിതങ്ങൾ ഇത് പറയുകയും നമ്മുടെ ജീവിതത്തിനൊരു ബലം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സാധാരണക്കാരൻ്റെ മനുഷ്യന് അതല്ല. അവന് രണ്ടറ്റം കൂട്ടിമുട്ടണം, അവന് ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റ്സ് വേണം. സ്മോളടിക്കുന്നവരാണെങ്കിൽ പോയി 2 സ്മോൾ അടിക്കണം, ഒരു സിനിമ ആണെങ്കിൽ പോയി സിനിമ. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിലാണ് അടുത്തൊരു വായനക്കാരനാവും. അപ്പോൾ സിനിമയിൽ ജനാധിപത്യമുണ്ട്. എല്ലാത്തരം മനുഷ്യരും വോട്ടർമാരും അതിനകത്ത് കയറി ഇത് വരുന്നുണ്ട്. എല്ലാത്തരം മനുഷ്യരും അതിനകത്ത് ഇടപെടുന്നുണ്ട്. ബുദ്ധിജീവി പറയും ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മറ്റവൻ കൈയടിക്കും ഈ ഒരു സാധനം.